ഇല്ല മമ്മി, ഞാനങ്ങ് വരുന്നില്ല. പിന്നെ മമ്മിക്ക് എന്നെ മമ്മി പറ്റുവാണെങ്കിലേ മേരി ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞോട്. പറ്റില്ല, വേണ്ട. ശരി. എന്തുവാടി? മമ്മിയാ വിളിച്ചത്. നാട്ടിലൊരു കല്യാണം, അങ്ങോട്ടേയല്ല. എന്നിട്ട് നീ പോകുന്നുണ്ടോ? എവിടെ? ഈ വർക്ക് ലോഡിനിടയ്ക്ക് ഞാൻ എവിടെ നിന്ന് പോകണം? തല പൊങ്ങിയിരിക്കുക. അല്ല, നീ എന്തെങ്കിലും കഴിച്ചോ? എവിടെ സമയടി കുക്ക് ചെയ്യാനൊക്കെ? ഞാൻ നല്ല 3 മസാല ദോശ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചാലോ? എൻ്റെ മോള്, ഇതുപോലൊക്കെ എന്താ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത്? അതെ, ആ നിത്യ ഏതോ ഒരു ഓൺലൈൻ സെറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? നമ്മുടെ സെർവന്റിനെ നോക്കുന്നത്. അത് നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ സെറ്റ് ആക്കാമല്ലോ. ഇത് മൊത്തം മറ്റേ സെക്യൂരിറ്റീസാ. നേരെ നോക്കാം. കിട്ടി. കല്യാണി. പേര് കേട്ടിട്ടൊരു പാവാന്ന് തോന്നുന്നു. ഇതങ്ങ് സെറ്റാക്കിയാലോ? സെറ്റാക്കിയത് ഇത് നമുക്ക് മസാല ദോശ കഴിക്കാം. എന്റെ പേര് കല്യാണി. നിങ്ങൾ ജോലിക്ക് വേണ്ടി ഒരാളെ ബുക്ക് ചെയ്തില്ലേ? ആ ആളാണ് ഞാൻ. കല്യാണി. കല്യാണി. ചേട്ടാ, ആക്ച്വലി ഞങ്ങളൊരു ഫീമെയിലിനെയാണ് നോക്കുന്നത്. അയ്യോ, നിങ്ങൾ ബുക്ക് ചെയ്ത ആള് തന്നെയാണ് ഞാൻ. എനിക്ക് എന്റെ അമ്മൂമ്മയുടെ പേരാണ് ഇട്ടേക്കണേ, കല്യാണി രാജമ്മ. അതെ ചേട്ടാ, ഞങ്ങൾ 3 പേര് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. അതൊന്നും സാരില്ലേ, അങ്ങനെ മാറൂ. ചാക്കോച്ചന്റെ ഫ്ലാറ്റിന്റെ അത്ര ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾ 3 പെൺപിള്ളേരല്ലേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് ചാക്കോച്ചൻ? നമ്മുടെ കുഞ്ചാക്കോ ബോബൻ. ഞാൻ ഇത്ര നാൾ അവിടെ ആയിരുന്നല്ലോ. പണി കിട്ടാൻ ഭയങ്കര പാടാണ് മോളെ. ഇവിടെ നിന്നെങ്കിലും എന്നെ പറഞ്ഞു വിടരുത്. ആണോ? നമ്മളിവിടെ പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ. രാവിലെ വന്നാൽ ഉച്ചയ്ക്കൊക്കെ പോവാം. ഇവിടെ മുന്നേ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവര് പോയി. പിന്നെ മര്യാദയ്ക്കൊക്കെ നെകളിപ്പൊന്നും കാണിക്കാതെ നിന്നാ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പറഞ്ഞങ്ങ് വിടും. അയ്യോ, ഞാൻ കാണുന്ന പോലെ വളരെ ഡീസന്റാ. നമ്മളൊക്കെ ഇനി ഒരു കുടുംബം പോലെ കഴിയാനുള്ളവരല്ലേ. ഞാനേ നിങ്ങൾക്ക് ആദ്യം ചായ ഇട്ട് തരാം, അത് കുടിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ ഓക്കെ. അടിപൊളിയായിട്ടുണ്ടല്ലോ. ഒന്നടിച്ചോട്ടെ. ഒരു കൊതുക്. കൊതുവിനേക്ക് ഞാൻ തല്ലിക്കൊള്ളാട്ടോ. ചേട്ടാ, ചായ സൂപ്പറായിട്ടുണ്ട്. അപ്പോഴേ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചേക്കണം. എന്നുണ്ടായാലും കൊഴുക്കട്ടോ. അതെ, ഉണ്ടയും പൂരി ഉണ്ടെന്ന് വേണ്ട, നല്ല ദോശയോ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും മതി. എന്നാ പൂരി ഉണ്ടാക്കാം. എന്റെ പൊന്നു ചേട്ടാ, എന്തെങ്കിലും ഉണ്ടാക്കി വെക്ക്, ഞങ്ങൾ പോയിച്ച് വരാം. ഓക്കെ. ഇത്തിരി ചാട കൂടുതലാണ്, ശരിയാക്കി കൊടുക്കാം. ലോക്ക് ചെയ്യാനാണോ അവന്മാർ പോയത്? അയ്യോ, കള്ളൻ അല്ല കള്ളി. അയ്യോ, കള്ളൻ കള്ളൻ ആരാടാ? നല്ല നെയ്ക്കുമ്പളം പോലെ ഇരിക്കണം. നിനക്കൊക്കെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? ഇവിടെ പണിയെടുത്തിട്ട് തന്നെ അവിടെ വരുന്നത്. താനാരാ? ആ പാട്, ബാക്കിയൂടെ പാട്. താനാരാ 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 പാട്. അകത്ത് കയറിയത് ഞാനോ? എന്നെ നല്ല അന്തസ്സായിട്ട് ബുക്ക് ചെയ്തിട്ടാ വന്നത്. ഞാൻ നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് പോവുകയും ചെയ്യും. ആ അത്
അതല്ലേ പറഞ്ഞത്, എന്നെ നല്ല അന്തസ്സായിട്ട് കോൾ ചെയ്ത് ബുക്ക് ചെയ്ത് വരുത്തിയതാണെന്ന്. എന്നെ ബുക്ക് ചെയ്തവരെ പുറത്ത് പോയേക്കാ. അവരിങ്ങോട്ട് വരട്ടെ, പണിയും കഴിഞ്ഞ് ഞാനങ്ങോട്ട് പോകും. ഒപ്പം നിന്റെ പണി കഴിയും. എടോ ഞാൻ ഈ വീട്ടിലത്തെ ആളാ, മൂന്നാമത്തെ ആള്. ദൈവമേ, തനിക്ക് നാണമില്ലടോ? വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? ശവം. പിന്നെ എന്തിനു നാണിക്കണം? അങ്ങനെ നാണിച്ചിരുന്നാലേ ഒരു പണി നടക്കൂല മോളെ. പിന്നെ നിങ്ങളെപ്പോലെ ശരീരം അങ്ങനത്തെ പെൺപിള്ളേരുള്ളതുകൊണ്ടാ ഞാനൊക്കെ ജീവിക്കുന്നത്. ഒരു ചായ എടുക്കട്ടെ? എന്താ? അല്ല, ഒരു ചായ എടുക്കട്ടെ എന്ന്. ക്ഷീണവും മാറും, നല്ല ഉന്മേഷവും കിട്ടും. തോന്നും. ഡി എവിടെയാടി നീയൊക്കെ? ദേ ഇതുപോലത്തെ നാറിയ പരിപാടി ഇവിടെ പറ്റില്ല കേട്ടോ. ഓ ഇവിടെ എത്തിയോ? കേറി വാ രണ്ടാളും. എന്താടി നിത്യ, എന്താ പ്രശ്നം നിന്റെ? എടി നിങ്ങളൊക്കെ വലിയ ഇനങ്ങളാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയ്ക്ക് ചീപ്പാവരുത്. ആ എല്ലാരും വന്നോ? എന്നാ നമുക്ക് തുടങ്ങിയാലോ? അയ്യേ, എന്താ നിനക്ക് വേണ്ടേ? നീ പുടിച്ചെറ്റകളെ. എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആളെ വെക്കാം. അയ്യോ, എന്നെ പറഞ്ഞു വിടല്ലേ, ഒരുപാട് ആഗ്രഹിച്ചു വന്നതാ. നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാന്നേ. ഇറങ്ങി പോടത്തിടി. ഡി ആ ചേട്ടനെ പറഞ്ഞിടാൻ പറ്റത്തില്ല, ഞാൻ ഒരുപാട് നോക്കിയിട്ട് കണ്ടുപിടിച്ചതാണ്. പിന്നെ 10,000 രൂപയാണ് എണ്ണി കൊടുത്തത്, അത് മുതലാക്കാൻ ഞാൻ വിടില്ല. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. ബൈ. ഇടി എന്താ പ്രശ്നം നിനക്ക്? എന്താ കാര്യം പറ. എടി കോൾ ബോയ്സിനൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നത് നിനക്കൊക്കെ അത്ര സൂക്കടാണോ? കോൾ ബോയ്സോ? ഡേ ഈ പുള്ളിക്കാരനെ പറഞ്ഞ കോൾ ബോയ് ആണ്. ആ കോൾ ചെയ്ത് ബുക്ക് ചെയ്താണല്ലോ എന്നെ വരുത്തിയത്. കൂടാതെ ഞാൻ പോയി കൂടിയാണല്ലോ, കല്യാണി പോയി. എന്റെ പൊന്ന് ചേട്ടാ, ഇടി നമ്മൾ പുതിയ സെർവന്റ് ആണ്, കല്യാണി ചേട്ടൻ. മൈ ഗോഡ്, എന്റെ ചേട്ടാ. എന്താ കുട്ടി, ചായ വേണോ? ഒരു 3 എടുക്ക്. ഓക്കേ. അല്ല, പൂരിയും കറിയായാലും.